എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ CPI-ക്കാർ അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. കുറച്ചു മുമ്പാണ് മുഖ്യമന്ത്രിയുമായ ആലപ്പുഴയിൽ വെച്ചിട്ട് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ച നടത്തിയത്. ബിനോയ് വിശ്വത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഡൽഹിയിൽ ഡി രാജയുണ്ട് കേട്ടോ. രാജയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കർശനമായ ഉപാധികളല്ല കർശനമായ നിർദ്ദേശം വെച്ചത്. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് റദ്ദാക്കണം, അതിൽ കവിഞ്ഞ് ഒരു പരിപാടിയും വേണ്ട എന്ന് ഡി രാജ കർശനമായ നിർദ്ദേശം മുകളിൽ നിന്ന് നൽകിയിരുന്നു. സാധാരണ രീതിയിൽ ഈ CPI-യുടെ ഈ കേന്ദ്ര നേതൃത്വം അത്രമാത്രമൊന്നും പിടിവാശി പിടിക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഡി രാജയാണ് വളരെ കൃത്യമായി നമ്മുടെ ബിനോയ് വിശ്വത്തിന് കരുത്ത് പകർന്നത്. അങ്ങനെ ഈ വൈകിട്ട് ഒരു 3:30 മണിയോടെയാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പോകുന്ന പോക്കില് ബിനോയ് വിശ്വം പറഞ്ഞത് ഒക്കെ വളരെ പോസിറ്റീവായി കാണുന്നുണ്ട് എന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം വളരെ പോസിറ്റീവായി കാണും എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയോടെയാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടത്, പിണറായി വിജയനെ കണ്ടത്. തിരിച്ചു വരുന്ന ബിനോയ് വിശ്വത്തിന്റെ മുഖമാകെ മാറിയിരുന്നു. ബിനോയ് വിശ്വം പറഞ്ഞു, ചർച്ചയൊക്കെ സൗഹാർദ്ദപരമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ല. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം പരിഹരിച്ചില്ല. എന്തായിരുന്നു CPI ഉന്നയിച്ച പ്രശ്നം? ഈ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് റദ്ദ് ചെയ്യണം. PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ CPM-കാർ വിചാരിച്ചു ഈ CPI-ക്കാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാം. എന്നിട്ട് അവര് നേരത്തെ തന്നെ ഒരു സമവായ നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു കേട്ടോ. എന്തായാലും കരാറിൽ ഒപ്പുവെച്ചു. കരാറിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് അത് ഇനി ഡി രാജയല്ല, അതിന്റെ അങ്ങേപ്പുറത്തെ ആള് പറഞ്ഞാലും ഇതിനി പിൻവലിക്കാൻ പറ്റില്ല. കാരണം ഈ കരാറിൽ നിന്ന് പിന്മാറണമെങ്കിൽ അത് കേന്ദ്രം തീരുമാനിക്കണം. കേന്ദ്രത്തിന് കരാറിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ കരാർ ഉപേക്ഷിക്കാൻ പറ്റും, റദ്ദാക്കാനൊക്കെ കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഈ MOU-യിൽ ഒപ്പിട്ടപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിനും ഇതിൽ നിന്ന് സ്വമേധയാ പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടത് തന്നെ. അപ്പൊ PM ശ്രീ പദ്ധതി കേരളത്തിൽ ആയി കഴിഞ്ഞു. ഇനിയിപ്പം CPI-ക്കാരെ എന്ത് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഏതായാലും ചർച്ച പൊട്ടി. സമവായത്തിൽ ഈ സമവായം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു കമ്മിറ്റിയൊക്കെ വെക്കാം. കമ്മിറ്റിയെ വെച്ചിട്ട് ഇത് എങ്ങനെ നടപ്പാക്കണം, ഈ നടപ്പാക്കുമ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടല്ലോ, NEP, അതായത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അത് ഈ ഒളിച്ചു കടത്താനൊന്നും സമ്മതിക്കില്ല. നമ്മുടെ കരിക്കുലം നമ്മൾ തയ്യാറാക്കും, നമ്മുടെ പുസ്തകങ്ങൾ നമ്മൾ തയ്യാറാക്കും. കേന്ദ്രം വിചാരിക്കുന്ന പോലെയൊന്നും നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഈ PM ശ്രീ പദ്ധതിയെ എന്താ പറയാ, കേന്ദ്രത്തിന്റെ ഉപാധികളിൽ നിന്ന് മാറിയിട്ട് കേരളം തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കമ്മിറ്റിയിൽ ഈ CPI-യുടെ പ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തും. എന്നിട്ട് ഒരു സമവായം ഉണ്ടാക്കാന്നൊക്കെ ആയിരുന്നു നമ്മുടെ ആര് കരുതിയത്, CPM-കാർ കരുതിയത്. പക്ഷേ കാരണം ഇവരെന്താ വിചാരിച്ചെന്നറിയോ? CPI-ക്കാർ കുറെ കാലമായി, ഇപ്പൊ കാനം രാജേന്ദ്രന്റെ ആ കാലം മുതൽക്ക് തന്നെ CPI-ക്കാരെ അത്രമാത്രം ചവിട്ടിയാലും ചവിട്ട് കൊണ്ടാലും അവിടെ കിടന്നിട്ട് ഓ തമ്പ്ര ചവിട്ടിക്കോ തമ്പ്ര, നാ മുതുകുതാ തമ്പ്ര ചവിട്ടിക്കോ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPI-ക്കാർ ഇപ്പോഴിതാ പിന്നെ വിശ്വ നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഡി രാജയുടെ ഒരു നിർബന്ധ ബുദ്ധിയാണോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണയാണോ എന്താണെന്നറിയില്ല. ബിനോയ് വിശ്വം പറഞ്ഞു, ഇമാതിരി ഒരു വിട്ടുവീഴ്ചക്ക് നമുക്കില്ല. കാരണം CPI-ക്ക് ഇനി പിന്നോട്ട് പോകാനും പറ്റില്ല എന്ന്. കാരണം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി CPI ഇല്ല. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ CPI ഇല്ല. ഇനി CPI-ക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഈ CPM-ന്റെ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ പറ്റുക? അപ്പൊ ഏറ്റവും അവസാനം ഇവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അടുത്ത മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, ഒരു പ്രതിഷേധ സൂചകമായി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തതേ, ഈ പ്രതിഷേധ സൂചകമായി ഇപ്പൊ വിട്ടുനിന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാണെന്നേ. അപ്പോഴാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് സുധാകരന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. CPI-ക്ക് സ്വാഗതം, CPI-ക്ക് UDF-ലേക്ക് സ്വാഗതം, നിങ്ങള് ഞങ്ങളുടെ കൂടെ വരൂ. ഇത് പ്രത്യേകിച്ച് അതിൽ വലിയ പുതുമയൊന്നുമില്ല. പണ്ടും നമ്മളെ കൂടെയൊക്കെ വന്ന ആൾക്കാരാണ്, നമ്മുടെ കൂടെ ഭരിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു വിഷമവും വിചാരിക്കണ്ട, നിങ്ങൾ വന്നോളൂ, സ്വാഗതം. നേരത്തെ VD സതീശനും ഏതാണ്ട് ആ രീതിയിലുള്ള പ്രസ്താവന സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിലും, കാരണം അവര് ഇനിയും ചവിട്ടുകൊണ്ട് CPM-ന്റെ കൂടെ നിൽക്കണ്ട എന്ന രീതിയിൽ VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ കെ സുധാകരനും പറയുന്നു. അപ്പോ എനിക്ക് തോന്നുന്നത് ഡി രാജ വളരെ കൃത്യമായി നിലപാടുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഡി രാജ പറയുന്ന പോലെ കരാർ റദ്ദാക്കാനോ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഏതായാലും CPM-ന് പറ്റില്ല. CPM അങ്ങനെ ചെയ്യൂല.
CPM അങ്ങനെ ചെയ്യില്ല. ഒന്ന് മര്യാദയ്ക്ക് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക. ഇവിടെയാണ് ഈ സഖാക്കന്മാരുടെ തെണ്ടിത്തരം എന്നല്ല പിന്നെന്തില്ല പറയാ. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ അല്ലെ, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുക്കുമ്പോ അത് ബാക്കിയുള്ള ഘടക കക്ഷികളോട് ചോദിക്കണ്ടേ? ഘടക കക്ഷികളുടെ വേണ്ട, അവരുടെ സമ്മതമൊന്നും കിട്ടിയില്ലെങ്കിലും അവരെ അറിയിക്കണ്ടേ? ഞങ്ങൾ ഇതാ ഒപ്പ് വെക്കാൻ പോകുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് സമ്മതമല്ല. അപ്പൊ വേണം പറയാം ഞങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങൾ ഇതാ ഒപ്പ് വെക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയല്ല അതിന്റെ മര്യാദ. ഇതല്ല. ഒന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ റവന്യൂ മന്ത്രി രാജനും നമ്മളെ വിചാരം ഈ രാജനും പിണറായിയൊക്കെ തമ്മിൽ വലിയ ബൈ ബന്ധമൊക്കെയാണെന്നാണ്. ഈ രാജൻ 2-3 പ്രാവശ്യം പറഞ്ഞു ഈ PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഇതിൽ ഒപ്പുവെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ലാന്നേ. ആരും മൈൻഡ് ചെയ്തില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയാണ് ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, ഇതിങ്ങനെ ഒപ്പുവെക്കരുത്, ഞങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, ഞങ്ങൾക്ക് എതിർപ്പാണ് എന്നൊക്കെ പറയുമ്പോ ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ മറ്റേ ഇന്നസെന്റ് സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്ന മാതിരി ഇതൊക്കെ നമ്മളെത്ര കണ്ടിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ മിണ്ടാതെ നിന്നേ. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അതാണ് ഏറ്റവും വലിയ രസം. 10-ാം തീയതി പിണറായി പോയി ആരെ കാണുന്നു? പ്രധാനമന്ത്രിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രിയെയും കാണുന്നു, അമിത്ഷായെയും നരേന്ദ്രമോദിയൊക്കെ കാണുന്നു. അവർ തമ്മിൽ എന്താ സംസാരിച്ചത് നമുക്കറിയില്ല. എന്തോ സംസാരിച്ചിട്ടുണ്ട്, കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ കേരളത്തെ രക്ഷിക്കാനോ കേരളത്തിന് ഈ അർഹമായ എന്താ പറയാ ഫണ്ട് നേടിയെടുക്കാനൊന്നും അല്ല പിണറായി തിരക്കിട്ട് പോയത്. നമുക്കൊക്കെ അറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ. അതൊരു ക്ലീഷ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം എന്തിനാണ് വേണ്ടി പോയതാണെന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ മകനെതിരെ വന്ന ഒരു ഇഡിയുടെ ഒരു സമൻസ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് നിമിഷവും അത് വീണ്ടും പുറത്തേക്ക് വരും. മാത്രമല്ല ഈ FSIO അന്വേഷണമൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. മോനും മോളും പിന്നാലെ ഈ പിണറായി വിജയനും ജയിലിലേക്ക് പോകേണ്ട എല്ലാ സാധ്യതയും ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കവേ പിണറായി വിജയൻ പോയി കാണുന്നു, അമിത്ഷായെ കാണുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഒരാഴ്ചക്കുള്ളിലാണ് ഇവർ ഇത് ഒപ്പുവെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് ഫണ്ടിന്റെ കാര്യമാണല്ലോ. ഫണ്ട് കിട്ടില്ല. ഏതാണ്ട് 1500 ഒന്നും കിട്ടില്ലാന്നേ. ഏതാണ്ട് 400-500 കോടി രൂപയെ കിട്ടുള്ളൂ. അല്ലാതെ 1500 കോടി ഒന്നും കിട്ടില്ല. മാത്രമല്ല ഇത് 2022 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. 2022 മുതൽ തുടങ്ങിയതാണ് PM ശ്രീ പദ്ധതി. 5 വർഷത്തേക്ക്. അതിൽ 3 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2 വർഷം ഇല്ല, ഏതാണ്ട് ഒന്നര വർഷം ഇനി ബാക്കിയുള്ളൂ. ഈ 1.5 വർഷത്തെ ഒരു ഫണ്ടാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഒപ്പിടുമ്പോൾ ഈ ഫണ്ട് കിട്ടുന്നതാണ്. ഇതാണ് V ശിവൻകുട്ടിക്ക് ഒരു വിവരമില്ല എന്നുള്ളത്, ഒരു പുണ്ണാക്ക് ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ വിചാരം എന്ന് പറയുന്നത് ഒപ്പിടുമ്പോഴത്തേക്ക് അവിടുത്തെ പൈസ കൊണ്ട് മണി ഓർഡർ ആയിട്ട് വരുന്നതാണ്. ഇത് വളരെ കൃത്യമായി ഇതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നേ അവര് പറയുന്ന രീതിയിൽ. ഇപ്പം കേന്ദ്രത്തില് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് 2024 തന്നെ എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ തത്വത്തിൽ കേരളം അംഗീകരിച്ചതാണ്. അതായത് PM ശ്രീ പദ്ധതിയിൽ ഞങ്ങളും അണിചേരാം. പിന്നെ ആൾക്കാരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ള ഒരു ലൈനില് വളരെ രഹസ്യമായി ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുമായി അണിചേരാനുള്ള ഒരു തീരുമാനം LDF അല്ല CPM കൈക്കൊണ്ടിരുന്നു. 2024 തന്നെ അതിന് പച്ചക്കൊടി വീശിയിരുന്നു. അതിനുള്ള എല്ലാ ഉറപ്പുകളും നൽകിയിരുന്നു. അപ്പോഴാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പറയുന്നത് അത് ഈ കരിക്കുലൊക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം, പുസ്തകങ്ങൾ അതിന്റെ സിലബസ് ഒക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതിന്റെ ചില എന്താ പറയാ അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് കേന്ദ്രം തരും. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ തയ്യാറാക്കാൻ. അതല്ലാതെ കേന്ദ്രം ഇപ്പൊ ഇവര് പറയുന്നതാണല്ലോ കാവ്യവൽക്കരണം. കുറെ കാലം കേൾക്കുന്ന കാവ്യവൽക്കരണം. ഇവിടെ മുഴുവനും ചുവപ്പുവൽക്കരണവും പച്ചവൽക്കരണവും ഒക്കെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ചുവപ്പുവൽക്കരണമാണ്. പിന്നെ പച്ചയും ചുവപ്പുമായിട്ടാണ് കേരളം നിൽക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് കാവ്യം വന്നോട്ടേനെ. അതല്ലേ ബഹുസ്വരത എന്ന് പറയുന്നത്. ഇവിടെ ഈ പച്ചയും ചുവപ്പും മാത്രം മതി എന്നാണോ പറയുന്നത്? കാവ്യ വരട്ടെ, അതല്ലേ അതിന്റെ ഒരു ശരി. അപ്പൊ പറയുന്നത് ഈ കാവ്യവൽക്കരണം എന്നാണ്. കാവ്യാണ് ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ ഈ തുരുത്തിലൊരു കനൽത്തരി ഇരുന്നിട്ട് കാവ്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും വരട്ടെ. അപ്പം ഈ സെക്രട്ടറി പറയുന്നത് പ്രശ്നമൊന്നുമില്ല, കേന്ദ്രത്തിന് ഒരു നിർബന്ധ ബുദ്ധിയില്ല, സംസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്നാണ്. പക്ഷെ എന്ത് സംസ്ഥാനത്തിൽ തീരുമാനിച്ചാലും കേന്ദ്രത്തിന്റെ നിബന്ധനകൾ അതിനനുസരിച്ച് തന്നെ നടപ്പാക്കണം. നമ്മൾ നേരത്തെ കണ്ടാണല്ലോ ഈ ആയുഷ്മാൻ
അല്ലെ ആയുഷ്മാൻ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. വീണ ജോർജ് നേരത്തെ പ്രസംഗിച്ചിരുന്നല്ലോ, വലിയ എന്താ പറയാ വലിയ ഒരു വീരവാദമൊക്കെ മുഴക്കിയിരുന്നല്ലോ. ഓ നരേന്ദ്രമോദി അങ്ങനെ പറയുന്നു, നമ്മൾ ചെയ്യില്ല, നമ്മൾ ചെയ്യില്ല, നമ്മൾ ചെയ്യില്ല, ഈ പറയുന്ന ആയുഷ്മാൻ എന്ന് പറയുന്ന ഈ പേരൊന്നും നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലൊന്നും വെക്കില്ല, നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ വീണ ജോർജ് അവസാനം മാറി. വീണ ജോർജ് മാറി. കാരണം എന്താ? ഫണ്ട് പോയി, ഫണ്ട് കിട്ടിയില്ല. ഫണ്ട് കിട്ടണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ കേന്ദ്രം ഇങ്ങനെ ഫണ്ട് എടുത്തു തരും. കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന് പറയുമ്പോൾ കേന്ദ്രം കുറെ മാനദണ്ഡങ്ങൾ വെക്കും, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു അവർക്ക് ബോധ്യപ്പെടണം, എന്നാലേ ഫണ്ട് കിട്ടുള്ളൂ. അപ്പൊ ശിവൻകുട്ടി സ്വപ്നം കാണുകയാണ്. ശിവൻകുട്ടി വിചാരിക്കുന്നില്ല, മൂപ്പരെ വിചാരിക്കുന്നത് അറിയും, ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മണി ഓർഡർ ആയിട്ട് പൈസ വരുന്നതാണ്. മൂപ്പര് കാത്തിരിക്കുക, പൊപ്പ വരുന്നു. എന്റെ ശിവൻകുട്ടി, നിങ്ങൾക്ക് വിവരമില്ലെങ്കിലും ഈ കൂടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വിവരം വേണ്ടേ? അത് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഈ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ലാന്നേ. മര്യാദയ്ക്ക് കേന്ദ്രം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വരും. ഇനി അത് തന്നെ നിങ്ങൾക്ക് എടുത്തു കണ്ട് പുട്ടടിക്കാനും പറ്റില്ല. നിങ്ങൾ കേന്ദ്രം തരുന്ന പൈസ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്കൂളുകളുടെ നവീകരണത്തിനും അതിന്റെ പ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടത്. അതല്ലാതെ അതെടുത്ത് കണ്ട് വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാലേ വേറെ പ്രശ്നമാണ് കേട്ടോ. അവസാനം നിങ്ങൾ പെട്ടുപോകും. ശിവൻകുട്ടിയുടെ വിചാരം അതൊക്കെയാണ്. പൈസ അങ്ങനെ വരുമല്ലോ. പൈസ ഏതാണ്ട് 1500 കോടി വരുമ്പോൾ കേട്ടപ്പോഴത്തേക്ക് മൂപ്പര് ആകെ നിലതെറ്റി. അത് പിന്നെ കാരണഭൂതവും മറ്റേ ഭൂതവും ആ ഭൂതവും ചെറിയ ഭൂതവും വലിയ ഭൂതത്തിനൊക്കെ വിധിച്ചു കൊടുത്ത് മൂപ്പര് വിചാരിച്ചാണ്ട് അർമാദിക്കാന്ന് വിചാരിച്ചതേനി. അപ്പോഴാണ് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി PM-ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ കൈകാലിട്ട് അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോ തന്നെ കേരളത്തിൽ CBSE സ്കൂളുകളിലൊക്കെ ഈ രീതിയിലുള്ള നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി NEP നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നടത്തുന്ന സ്കൂൾ വരെ ഉണ്ട്. എന്നിട്ടാണ് ഇപ്പൊ വലിയ എന്താ പറയാ ഒച്ചപ്പാടും ബഹളും നടക്കുന്നത്. കാവി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്ന് ആർക്കും പിന്മാറാനൊന്നും പറ്റില്ല. ഇത് കാവ്യവൽക്കരണമൊന്നുമല്ല. വളരെ വ്യക്തമായിട്ട് ഏറ്റവും നവീനമായ വിദ്യാഭ്യാസ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഏറ്റവും പരിഷ്കൃതമായ വിദ്യാഭ്യാസ രീതിയാണ് ഇത് കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ. അതല്ലാതെ ഇവർ പറയുന്ന പോലെ RSS നേതാക്കന്മാരോ BJP നേതാക്കന്മാരോ ഒന്നും അവരുടെ എന്താ പറയാ അവരുടെ ഒരു രീതിക്കനുസരിച്ച് ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വർഷങ്ങൾ നീണ്ടുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയാ തയ്യാറാക്കിയതാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. കസ്തൂരി രംഗൻ, നേരത്തെ മുൻ ISROയുടെ ചെയർമാനായ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലായിരുന്നു ഈ NEP ഉണ്ടാക്കിയത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയത്. അതല്ലാതെ ഇവര് കുറെ അന്തംഗമ്മികൾ പറയുന്ന പോലെ ഇതെന്തോ നാഗ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന RSSന്റെ എന്തോ അജണ്ട എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. ഇവരെ ഈ ചുവപ്പും പച്ചയൊന്നും നടക്കൂല. അത് മനസ്സിലാക്കിയാൽ മതി. ചുവപ്പും നടക്കൂല, പച്ചയും നടക്കൂല. വളരെ കൃത്യമായ ആ രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത്. ഇനിയിപ്പം ഇവര് എന്ത് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, തന്നെ ഒപ്പിട്ട് കഴിഞ്ഞു. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടേതായ നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു തർക്കത്തിന് മുതിരാതെ, ഒരു ബാർഗെയിനിങ്ങിന് മുതിരാതെ കേരളം ഇതാ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPI എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPI അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു മന്ത്രിസഭാ യോഗം വന്നാൽ അതിനും വിട്ടുനിൽക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധ സൂചകം എന്നുള്ളത് മാത്രം. അപ്പൊ CPI തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ CPM വിചാരിക്കും പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടപ്പ എന്ന് CPM ചിലപ്പോൾ തീരുമാനിക്കും കേട്ടോ. പക്ഷെ CPI, എനിക്ക് ചില CPI-യുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അവരുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അല്ലെങ്കിൽ കഴിഞ്ഞ അവരുടെ പല തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഈ CPM-ഉമായിട്ടുള്ള ഇടപാട് വേണ്ട, ഇങ്ങനെ പോണ്ട. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും 2026 LDF ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് വളരെ കൃത്യമായി CPI മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആകെ 4-5 മാസമല്ലേ ഉള്ളൂ. ഈ 4-5 മാസം ഇനിയും കാരണഭൂതത്തിന്റെ ചവിട്ടേറ്റിട്ട് ഇനിയും ഈ കാരണഭൂതത്തിന്റെ ചെരുപ്പ് നക്കിക്കൊണ്ട് കഴിയണ്ട. നമുക്ക് അന്തസ്സായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ കൂട്ടുകെട്ട്, ഈ LDF എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ തള്ളിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആദർശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ UDF പാളയത്തിലേക്ക് പോകാം എന്നൊരു ചിന്ത ഒരു വിഭാഗം CPI-ക്കാർക്കുണ്ട്. വളരെ കൃത്യമായിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നേതാക്കന്മാർ പുറത്തു പറയില്ല. പക്ഷേ D രാജ വളരെ കൃത്യമായ സൂചന അവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം D രാജക്ക് അറിയാം. D രാജ ബേബിയെ നേരിട്ട് കാണുന്ന ആളല്ലേ.
ബേബിയോട് പറയുന്നു. എന്താണ് പണ്ട് ഈ ഉണ്ണിയാർച്ച, ഈ വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ച കുഞ്ഞിരാമനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എന്താണ് ഇങ്ങനെ വിറയ്ക്കുന്നത്, എന്താണ് മുട്ട് വിറയ്ക്കുന്നത് ചോദിക്കുന്നുണ്ട്. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വിറയ്ക്കെന്ന് ചോദിച്ച മാതിരി ഡി രാജ അവിടുന്ന് ബേബിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ബേബി എങ്ങനെ ഈ പ്രശ്നം വരുമ്പോഴത്തേക്ക് ബേബിക്ക് എന്താ മുട്ടടിക്കുന്നത്, ബേബി എന്താ ഇങ്ങനെ മുള്ളുന്നത്, കുറെ നേരമായല്ലോ മൂത്രം ഇങ്ങനെ പോകുന്നത് പേടിച്ചിട്ട്. ബേബി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കാരണഭൂതം അവിടെ നിന്ന് നോക്കിയാൽ ബേബി അവിടെ പെടുക്കും. ആ അമ്മാതിരി പെടുക്കലൊന്നും ഡി രാജക്കില്ല കേട്ടോ. CPI ആള് കുറവാണെങ്കിലും CPIക്ക് പഴയ പടക്കുതിരകളുടെ ഒരു ഊർജമുണ്ട് CPIക്ക് കേട്ടോ. അപ്പോൾ CPI മിക്കവാറും UDF പാളയത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ പോയേക്കും എന്ന ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ എന്താ പറയാ നിഗമനമാണ് പല കോണുകളിൽ നിന്ന് കേൾക്കുന്നത്. ഏതായാലും സുധാകരൻ പച്ചക്കൊടി വീശിയിരിക്കുന്നു, ഇവിടെ നിന്ന് നമ്മുടെ VD സതീശനും പച്ചക്കൊടി വീശിയിരിക്കുന്നു. ബിനോയ് വിശ്വം പഴയ പോലെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ രീതിയിൽ വീണ്ടും ഒരു കൂട്ടുകെട്ട്, വീണ്ടും UDF പാളയത്തിലേക്ക് CPIക്കാർ നീയാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അതൊരു അടവ് നയമാണ്. CPIക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ, അടുത്ത ഭരണത്തിൽ നിലനിൽക്കണമെങ്കിൽ CPIക്ക് തീർച്ചയായും UDFിലേക്ക് വന്നേ തീരൂ. UDFിന് അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ CPM-നേക്കാൾ സാധ്യത പലതുകൊണ്ടും എന്ത് തമ്മിൽ തല്ലിയാലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് വളരെ കൃത്യമായ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള അടുത്ത 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതകൾ വെച്ച് എന്തായാലും CPM-നേക്കാൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ സാധ്യത UDFിന് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് CPI അവരുടെ അടുത്ത തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ സുപ്രധാനമായ തീരുമാനം വന്നേക്കും. അതിന്റെ ഇടയിൽ കാരണബോധം ഏതെങ്കിലും തരത്തിലുള്ള കാരണബോധമായതുകൊണ്ട് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്കറിയാലോ, പണ്ട് EP ജയരാജൻ പണ്ട് BJP ചേരാൻ പോയതല്ലേ, ഒരൊറ്റ ഫോൺ കോളാണ് വന്നത്. ശോഭാ സുരേന്ദ്രൻ നമ്മുടെ പറഞ്ഞതാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. എല്ലാം റെഡിയായി മൂപ്പര് പോയതായിരുന്നു. അപ്പോഴാണ് കാരണബോധത്തിന്റെ ഫോൺ വന്നത്. BJPയിലേക്കാണല്ലേ, ശരി. TP ചന്ദ്രശേഖരൻ ഓർമ്മണ്ടല്ലോ. കഴിഞ്ഞു അത്രമാത്രം ആ ഒരൊറ്റ ഡയലോഗിൽ സംഭവം തീർന്നു. പിന്നെ കണ്ടത് EP ജയരാജൻ നിന്ന സ്ഥലത്ത് തളം കെട്ടിക്കിടക്കുന്ന മൂത്രമാണ് കണ്ടത്. ഈ രീതിയിലാണ് കാരണബോധം നോക്കിയാൽ, കാരണബോധം കണ്ണുരുട്ടിയാൽ ബേബി പെടുക്കും, EP പെടുക്കും, ഗോവിന്ദൻ പെടുക്കും. പക്ഷേ ഡി രാജ ആ രീതിയിലുള്ള മുള്ളുന്നാളല്ല. ബിനോയ് വിശ്വം, നമുക്കറിയാം ബിനോയ് വിശ്വത്തിന്റെ യുവത്വ കാലത്ത് ഏറ്റവും പ്രസരിപ്പുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിപ്ലവ ബോധമുള്ള വിപ്ലവത്തിന്റെ തീജ്വാലയായ ഒരു ബിനോയ് വിശ്വത്തെ നമുക്ക് പരിചയമുണ്ട്. ഇടക്കാലത്ത് ബിനോയ് വിശ്വം ഒരു പക്ഷേ കാനത്തിന്റെ ഒരു നോമിനി എന്നൊക്കെയുള്ള ഒരു തരത്തിൽ കാനത്തിന്റെ ഒരു സമവായ ഒരു രീതിയിലൊക്കെ വന്നിട്ട് ഒരു അനുരഞ്ജനം, എല്ലാറ്റിനും ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ ഒരു ദാസ്യ മനോഭാവം ഒക്കെ പുലർത്തിയ ബിനോയ് വിശ്വത്തെയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ പരിസ്ഥിതി ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇപ്പോഴും മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന ബിനോയ് വിശ്വം ഒരു നിലപാടെടുത്താൽ ആ നിലപാട് താങ്ങില്ല CPM-നെ. അപ്പോഴാണ് ജി ശക്തിധരന്റെ, അതായത് ഈ ചർച്ചകൾക്കൊക്കെ മുമ്പെട്ടോ, ജി ശക്തിധരന്റെ ഏറ്റവും പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. തുടങ്ങുന്നത് ഇതിന്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ, PM ശ്രീ കരാർ ഒപ്പിടൽ സംബന്ധിച്ച വിവാദം കത്തിക്കാളുന്നത് കാണുമ്പോൾ മാധ്യമപ്രവർത്തകനായ ഞാൻ ചിന്തിക്കുന്നത് ജനങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണല്ലോ എന്നതാണ്. ഇതാണ് ജി ശക്തിധരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതായത് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെയാകെ ഷണ്ടന്മാരാക്കിയിരിക്കുന്നു എന്നാണ് ജി ശക്തിധരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം കേട്ടോ. അതായത് ഒന്നിനോടും പ്രതികരിക്കാത്ത, എന്ത് തോന്നിവാസം ചെയ്താലും, നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ തന്നെ ഏറ്റവും അടുത്ത കാലത്ത് തെളിവുണ്ടല്ലോ അല്ലെ, ശബരിമലയിലെ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ, ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന കേരളത്തിലെ നമ്പർ 1 ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ശബരിമലയാണ്. ഈ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പാളികളിലെയും കട്ടിളയിലെയും സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, വെറും സ്വർണ്ണം, എത്ര 2 കിലോയോളം സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് പറയുന്ന, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അമ്പലക്കൊള്ള. ഇങ്ങനെ ഒരു അമ്പലക്കൊള്ള ഉണ്ടായിട്ട്
കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ പ്രതിഷേധം ഉണ്ടായി എന്നല്ലാതെ ആൾക്കാർക്ക് എന്ത് കൊള്ളാം. ഇനി അവസാനം ശബരിമല അയ്യപ്പനെ ഉൾപ്പെടെ ആ ശ്രീകോവിൽ ഉൾപ്പെടെ അടിച്ചെടുത്തോണ്ട് പോയാലും ആൾക്കാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതാണ് ശക്തികാരൻ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതികരണ ശേഷി. അതായത് പിണറായി വിജയൻ ഇവിടുത്തെ മനുഷ്യരുടെ പ്രതികരണ ശേഷി നശിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ നിരന്തരം കൊള്ളയും നിരന്തരം എന്ന് പറഞ്ഞാൽ ഒരു ഇടതടവില്ലാതെ കൊള്ളയും അഴിമതിയും എന്ത് തോന്നിവാസവും നടത്തി ഇതൊരു ശീലമായി മാറുക. അപ്പോൾ പിന്നെ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ശബരിമല മാത്രമല്ലല്ലോ, കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലെ മുഴുവനും കൊള്ള നടക്കുകയാണ്. ഗുരുവായൂരിൽ കൊള്ള, മഞ്ചാടിക്കുരു ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്തന്മാർ കൊടുക്കുന്നത് മുഴുവനും തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ ഇതൊരു പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിന്റെ സമീപത്തിൽ കൂടെ പോയാൽ തന്നെ പിറ്റേന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു യാതൊരു ഉറപ്പുമില്ല. ആ രീതിയിൽ പോലീസിന്റെ മർദ്ദനം ആരോഗ്യരംഗത്താണെങ്കിൽ ഈ രീതിയിൽ കേരളം ഒരിക്കലും കടന്നുപോയിട്ടില്ല. കാരുണ്യ പദ്ധതി ഇപ്പോൾ ഒരു എന്താ പറയാ, സ്വകാര്യ ആശുപത്രികളിലും ഏറ്റെടുക്കാത്ത സ്ഥിതിയാണ്. അവർക്ക് കുടിശ്ശിക അങ്ങനെ പെരുകുകയാണ്. ആശുപത്രികൾക്ക് കുടിശ്ശിക കൊടുക്കുന്നില്ല, ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് കൊടുക്കുന്നില്ല, കർഷകർക്ക് നെല്ലിന്റെ പൈസ കൊടുക്കുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. ഈ പെൻഷൻ ഇപ്പോഴും കൊടുക്കാൻ ബാക്കി. ഇനി ഇതാ ആകെ 4 മാസം ബാക്കിയുള്ളൂ. ഇവരുടെ പ്രകടന പത്രിക, ഈ എന്താ പറയാ, പ്രോഗ്രസ് റിപ്പോർട്ട് മറ്റേന്നൊക്കെ പറഞ്ഞ് ഈ അഭിമാനം കൊള്ളുന്ന ആൾക്കാരുണ്ടല്ലോ, അന്തംകമ്മികളുണ്ടല്ലോ. അന്തംകമ്മികൾ നിങ്ങളോടാ പറയുന്നത്. അന്തംകമ്മികളെ ആ പ്രകടന പത്രിക ഒന്ന് മറച്ചു നോക്കണം. 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രകടന പത്രിക ഉണ്ടല്ലോ, ഒന്ന് നോക്കണം. അതിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45ാമത്തെ പോയിന്റ് ആണ്. ആശാവർക്കർമാർ ഉൾപ്പെടെ ഇവിടുത്തെ ഈ ഇത്തരത്തിലുള്ള ദുർബല വിഭാഗങ്ങൾക്ക് മിനിമം കൂലി 700 രൂപ, ദിവസം 700 രൂപ മിനിമം കൂലി കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ ജോർജ് സമ്മതിക്കില്ല. അത് നിങ്ങൾ പറഞ്ഞൊരു കുത്തുണ്ട്, അതുകൊണ്ട് കുത്ത് കഴിഞ്ഞിട്ട് വരുന്ന വാചകം വേറൊരു വാചകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തലയുയരാം. എന്ന് പറഞ്ഞാൽ 21,000 രൂപ ശമ്പളം ആശാവർക്കർമാർക്ക് കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ 300 ദിവസത്തോളമായി 270-275 ദിവസമായി ആശാവർക്കർമാർ സമരത്തിലാണ്. അപ്പോഴാണ് പിണറായി വിജയൻ മറ്റേത് പ്രഖ്യാപിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത കേരളം അത്രേ. ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാർ, സഹോദരിമാർ, അതിദരിദ്രരായ സഹോദരിമാർ ഒരു ദിവസം 232 രൂപ, മാത്രം കിട്ടുന്ന, അതുകൊണ്ട് കുടുംബം പുലർത്തേണ്ട, അതുപോലുമില്ല. അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ദിവസവും അതിലൊരു 100 രൂപ 120 രൂപ മാറ്റിവെക്കണം എന്ന് പറയുന്നത്. ബാക്കി ഒരു 100 രൂപ കൊണ്ട് ഒരു കുടുംബം പുലരേണ്ട ഒരു കേരളത്തിലെ ഒരു വീടിന്റെ അവസ്ഥ നോക്കിയാൽ ഇതിനല്ലേ അതിദരിദ്രമായ കുടുംബം എന്ന് പറയേണ്ടത്. എന്നിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ പറയുകയാണത്രേ, കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുകയാണ് നവംബർ 1-ന്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് മോഹൻലാലിനെ, മമ്മൂട്ടിയെ, കമൽഹാസനെ അല്ലേ? ഭാരതം തന്നെ അഭിമാനിക്കുന്ന ഏറ്റവും മഹാന്മാരായ കലാകാരന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഈ പാതകത്തിന് കൂട്ടുനിൽക്കാൻ. ഏത് പാതകത്തിന്? ഈ കള്ളത്തരത്തിന്. കേരളത്തിൽ അതിദരിദ്രരില്ലത്രേ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിദരിദ്രരാണ് സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളല്ല മാസങ്ങളായി സമരം ചെയ്യുന്നത് കാണില്ല. അവസാനത ഈ ആശാവർക്കർമാർ കത്തെഴുതിയിരിക്കുകയാണ് കമൽഹാസനും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ. നിങ്ങൾ ഈ പാതകത്തിൽ അണിചേരരുത്, ഈ കള്ളത്തരത്തിൽ, ഈ കാരണഭൂതം നടത്തുന്ന ഈ ചട്ട പരിപാടിയിൽ നിങ്ങൾ വരരുത് എന്നിവർ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഞങ്ങളിതാ പൊരിവെയിലെത്തും, ഈ മഴയത്തും ഞങ്ങളിതാ ഇവിടെ മാസങ്ങളായി സമരം ചെയ്യുന്നു. 232 രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ അതിദരിദ്രരാണ് എന്നിട്ടാണ് പറയുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി എന്ന് പറയുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരരുത്. സമരപ്പന്തലിൽ ഞങ്ങളുണ്ട്, ഞങ്ങളെ ഒന്ന് വന്ന് കാണൂ എന്ന് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കമൽഹാസനോടും പറയുമ്പോൾ അവരെന്താണ് ഈ 1-ാം തീയതി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ആശാവർക്കർമാരുടെ ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ നിവേദനം അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥന കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കാരണഭൂതത്തിന് ജയ് വിളിക്കാൻ വേണ്ടിയിട്ട് കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാലും വരുമോ? വരികയാണെങ്കിൽ അവരെ കേരള ജനത അവരുടെ മുഖത്തേക്ക് കാക്കിച്ച് തുപ്പും. ഞാൻ കരുതുന്നില്ല അവരങ്ങനെ ചെയ്യുമെന്ന്. അവർ അങ്ങനെ ഈ ആശാവർക്കർമാരുടെ കണ്ണീര് അവർ
അവർക്കറിയാം കണ്ണീരിന്റെ വില, ഈ കലാകാരന്മാർക്കറിയാം. പക്ഷേ ഈ പിണറായി വിജയൻ എന്ന ദുർഭൂതത്തിന്, കാരണഭൂതത്തിന് അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോഴാണ് ശക്തിധരൻ പറയുന്നത്, പ്രതികരണശേഷി ഇല്ലാതാക്കിയിരിക്കുന്നു കാരണഭൂതം കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ. ഇന്നലെ എന്തായിരുന്നു അത് തന്നെ ഇന്നും. LDF ഭരണം കൊണ്ട് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം അതാണ്. LDF ഭരണം കൊണ്ട് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി മാറ്റി. എല്ലാറ്റിനോടും നിസ്സംഗത, കരണക്കുറ്റി നോക്കി പടപ്പിക്കേണ്ടിടത്ത് കൈകെട്ടി നടക്കുക. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. കരണക്കുറ്റി നോക്കി പെടപ്പിക്കേണ്ടതാണ് കേട്ടോ. കരണക്കുറ്റി നോക്കി പെടപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് കൈകെട്ടി ഇങ്ങനെ നിൽക്കുക. കേരളത്തിലെ ജനങ്ങളാകെ ഇപ്പൊ ഇങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ്. പിണറായി വിജയന്റെ മരവാഴകളുടെയും തോന്നിവാസങ്ങൾ ഇങ്ങനെ കണ്ട് കൈകെട്ടി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ശക്തിധരൻ പറയുന്നു, കരണക്കുറ്റി നോക്കി പൊട്ടിക്കേണ്ടതാണ്. അതിന് പകരമാണ് കേരളത്തിലെ ജനങ്ങൾ കൈകെട്ടി നിൽക്കുന്നത്. ചെരിപ്പൂരി അടിക്കേണ്ട മന്ത്രി പുങ്കവനെ കാണാത്ത ഭാവത്തിൽ പോകുക. മന്ത്രി പുങ്കവന്മാരെ ചെരിപ്പൂരി അടിക്കേണ്ടതാണ്, പക്ഷേ കാണാത്ത ഭാവത്തിൽ പോവുകയാണ്. പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ നിസ്സംഗരായ ജനങ്ങൾ. അവസാനം ഒരു കാര്യം കൂടി ശക്തിധരൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയോ? അതായത് ശിവൻകുട്ടിയെ പറ്റിയിട്ടാണ് കേട്ടോ. യെസ്, ശിവൻകുട്ടി ചാടുന്ന ചാട്ടം കണ്ടില്ലേ എന്നാ പറയുന്നത്. ശിവൻകുട്ടി ചാടുന്ന ചാട്ടം കണ്ടില്ലേ? ആ ചാട്ടമല്ല കേട്ടോ. അതായത് നിയമസഭയിൽ മൂപ്പർ ചാടിയ അണ്ടർവെയർ ഒക്കെ കാണിച്ചുകൊണ്ട് ചാടിയ ചാട്ടം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. കേരളത്തിലെ കുട്ടികൾ മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പരിഹസിച്ച് ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ശിവൻകുട്ടി ചാടുന്ന ചാട്ടം കണ്ടില്ലേ? പഴയ ശിവൻകുട്ടി ഇങ്ങനെയാണോ? തെരുവിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂലിക്ക് അടിക്കാൻ നടക്കുന്ന ഒരു ചട്ടമ്പിയെ പോലെയല്ലേ ചാടുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ചട്ടമ്പി, പിണറായി വിജയന് കൂലിക്കടിക്കുന്ന ചട്ടമ്പിയാണ് വി ശിവൻകുട്ടി എന്നൊരു പ്രയോഗമല്ലേ ഇത്? ജി ശക്തിധരനെ പറ്റുള്ളൂന്നേ. ജി ശക്തിധരനെ ഈ രീതിയിലുള്ള ഒരു പ്രയോഗം നടത്താൻ പറ്റുള്ളൂ. കാരണം ശക്തിധരൻ ഇവരെ മുഴുവൻ അറിയാം ശക്തിധരന്. അതുകൊണ്ട് ശക്തിധരൻ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയുള്ള കൂലിത്തല്ലുകാരനാണ് വി ശിവൻകുട്ടി. അല്ലാതെ വി ശിവൻകുട്ടി ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുകയല്ല വേണ്ടത്. വി ശിവൻകുട്ടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാരണഭൂതത്തിന്റെ കൂലിത്തല്ലുകാരനാണ് എന്നതാണ് ഏറ്റവും ശരി. അങ്ങനെ അതിൽ ശിവൻകുട്ടിയിൽ അസ്ഥികൂടമേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഇങ്ങനെ ചാടുന്ന ശിവൻകുട്ടി പഴയ ശിവൻകുട്ടി അല്ല. ഇന്ന് ശിവൻകുട്ടിയെ കണ്ടാൽ ശിവൻകുട്ടിക്ക് ഇന്ന് അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. അസ്ഥികൂട ശിവൻകുട്ടിയാണ് ഇന്നത്തെ ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ ബാക്കിയുള്ള അസ്ഥികൂടമല്ലാത്ത ശരീരഭാഗങ്ങളൊക്കെ എവിടെ പോയി? അതിന്റെ അകക്കാമ്പ് മുഖ്യമന്ത്രി തിന്നു തീർത്തു. കാരണഭൂതം ശിവൻകുട്ടിയുടെ അകക്കാമ്പൊക്കെ തിന്നു തീർത്തിരിക്കുന്നു. ഇനി അസ്ഥികൂടം മാത്രമാണ് ശിവൻകുട്ടി. ആ അസ്ഥികൂടമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് അറിയോ? ചാടിക്കളിക്കുന്നത്. ഏതായാലും അതിന്റെ അകക്കാമ്പ് മുഖ്യമന്ത്രി തിന്നു തീർത്തു, രാഷ്ട്രീയവും തിന്നു തീർത്തു. ഇതിനേക്കാൾ വലിയ ചാട്ടക്കാരെ തലസ്ഥാനം കണ്ടിട്ടുണ്ട്. PM ശ്രീ കരാർ ഒത്തില്ലെങ്കിൽ അതുക്കുമേലെ പണിയാൻ നോക്കും. ഇനി CPI-കാരെ ഇതൊന്നും അല്ല, നിങ്ങൾ ഈ കൈകാലിട്ടടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിനേക്കാൾ വലിയ കരാർ ഇനി വരാൻ പോകുന്നു, കാത്തിരുന്നോളൂ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കരാർ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ CPM അതുക്കും മേലെ കരാറുകൾ നടപ്പിലാക്കും. കാരണം അങ്ങനെയാണ്. അതാണ് അന്തർധാര എന്ന് പറയുന്നത്. ഇതാണ് അന്തർധാര. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്കിൽ പറയുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ച് കൂടി പറഞ്ഞിട്ടാണ് ശക്തിധരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എന്നേ രാഷ്ട്രീയം കൈവിട്ടു, ദശാബ്ദങ്ങളായി എന്ന് പറയാം. അതായത് പിണറായി വിജയൻ ദശാബ്ദങ്ങളായി രാഷ്ട്രീയം കൈവിട്ടിട്ട് അന്തംകമ്മികൾ വിചാരിക്കും ഇയാളെന്തോ CPM-ന്റെ വലിയ നേതാവാണ് പിണറായി വിജയൻ എന്ന്. അയാള് രാഷ്ട്രീയമൊക്കെ വിട്ടെന്ന്. പിണറായിക്ക് എന്ത് രാഷ്ട്രീയം? പിണറായിക്ക് എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ കുടുംബം, അംബാനി, അദാനി, ഫാരിസ് അബൂബക്കർ, രവി പിള്ള, അങ്ങനെ ഇപ്പോൾ പിണറായിക്ക് തൊഴിലാളി വർഗവും ഇല്ല, തൊഴിലാളി വർഗ താല്പര്യമില്ല, കമ്മ്യൂണിസവും ഇല്ല, ഒരു മണ്ണാങ്കട്ടില്ല. പിണറായിക്ക് ഇപ്പൊ എന്താ ഉള്ളത്? കുടുംബം, മോൻ, മോള്, പൊണ്ടാട്ടി, പിന്നെ രവി പിള്ള, ഫാരിസ് അബൂബക്കർ, അദാനി, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, അംബാനി. അങ്ങനെ ഇവരൊക്കെയാണ് പിണറായി വിജയന്റെ സ്വന്തക്കാർ. പാവം അന്തം കമ്മികൾ.
ജയ് വിളിച്ചോളി, ഇനിയും ജയ് വിളിച്ചോളി. മൂന്നാമതും വരട്ടെ, കാരണഭൂതം മൂന്നാമതും വരട്ടെ എന്ന് തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടന്നോ അന്തംഗമികളെ. പരിഹസിച്ച് ചിരിക്കും. ശക്തിധരൻ പറഞ്ഞ പോലെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ജനങ്ങൾ ചെകിട്ടത്ത് ചിലപ്പോൾ അടിക്കില്ല കേട്ടോ, ചെരുപ്പഴിച്ചടിക്കില്ല, ചെകിട്ടത്തും അടിക്കില്ല. അവർ കൈകെട്ടി നിൽക്കും. പക്ഷേ ചൂണ്ടുവിരലുണ്ടല്ലോ, അതിൽ മഷി തേക്കുന്നൊരു ദിവസം വരും കേട്ടോ. അന്ന് മൂടോടെ അടിവേരോടെ കേരളത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും ഇവിടുത്തെ പിണറായിസ്റ്റുകൾ, പിണറായിയുടെ അടിമക്കൂട്ടം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.